ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പീസ് ആണല്ലോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ കുറച്ച് കോമൺ ഐറ്റംസും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീരീസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ച് നൊസ്റ്റാൾജിക് റെസിപ്പീസാണ്. പഴയ കാലം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തേൻമിഠായിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സ്കൂൾ കാലഘട്ടമൊക്കെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഐറ്റമാണല്ലേ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു തേൻമിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ, അതായത് 2 വലിയ സ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഈ ഒരു മിഠായിക്ക് തേൻ മിഠായി എന്നാട്ടോ പറയാം. തേൻ നിലാവ്, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു മിഠായി ആണല്ലേ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് നിങ്ങളിതിനെ പറയാമെന്നൊന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഇതാ നമ്മുടെ അരി ഉഴുന്നൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഊറ്റിയെടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരി ഉഴുന്നും മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ്. നല്ല പോലെ കട്ടിയായി പോവരുത്, അതായത് ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിലാവരുത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഇത് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് 1/2 കപ്പിലും 1 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് സോഡയല്ല, അതായത് അപ്പസോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ബേക്കിംഗ് പൗഡർ. അതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ തേൻമിഠായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡർ നിർബന്ധമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് റെഡ് ഫുഡ് കളറാണ്. തേൻമിഠായി എന്ന് പറയുമ്പോൾ ചുവന്ന കളറിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ചുവപ്പ് കളറില്ലേ, ജെൽ കളർ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ കളറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. തേൻമിഠായി എന്ന് പറയുമ്പോൾ ചുവപ്പ് കളറിലല്ലേ ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ് കളറ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കളറ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഈ ഒരു കളറ് കിട്ടില്ല എന്ന് മാത്രം. എന്നിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ മാവ് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഒഴിക്കാൻ. എണ്ണ ഓവറായിട്ട് ചൂടായി പോയാൽ നമ്മളിത് ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ പരന്നു പോകും. കണ്ടോ, ഇതുപോലെ നല്ല തേൻമിഠായിൻ്റെ അതേ ഷേപ്പ് കിട്ടണമെങ്കിൽ അധികം അങ്ങോട്ട് എണ്ണ ചൂടാവണ്ട കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. എണ്ണ ചൂടാവണം, എന്നിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള പഞ്ചസാരപ്പാനി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരപ്പാനി റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു മിഠായി നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചില്ലേ, അതും ഏകദേശം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരപ്പാനി നോക്കുമ്പോൾ ഒന്ന് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നമുക്കത് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്യാനിട്ടതൊക്കെ നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ കോരി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പഞ്ചസാരപ്പാനിയിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേൻമിഠായി ഇല്ലേ, തേൻമിഠായി എന്ന് പറയാൻ പറ്റില്ല, ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഇതില്ല, അത് നമുക്ക് ഈ ഒരു പഞ്ചസാരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ബാച്ച് റെഡിയായിട്ട് വരുന്ന സമയത്ത് വേണം കേട്ടോ നമ്മുടെ ആ ഒരു പഞ്ചസാര പാനിയിൽ നിന്ന് അത് കോരിയെടുക്കാൻ. അത്ര സമയം അത് അതിൽ തന്നെ ഇരിക്കണം. പിന്നെ ആ ഒരു പഞ്ചസാര പാനി നല്ല ചൂടുണ്ടാവണം കേട്ടോ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് നല്ല പോലെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മിഠായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ബാച്ച് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഞാനിത് ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലൊരു സ്റ്റൈനറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേൻമിഠായി ഒക്കെ നമ്മൾ പഞ്ചസാര പാനിയിലൊക്കെ ഡിപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്
ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നാൽ മുകളിൽ പഞ്ചസാരൻ്റെ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. കണ്ട ഉള്ളിലേക്കൊക്കെ പഞ്ചസാര പാനി അബ്സോർബ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു തേൻ മിഠായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പുറത്തുനിന്നൊന്നും അധികം കിട്ടാനില്ല അല്ലേ ഈ ഒരു തേൻ മിഠായി. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്